ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയി കറങ്ങാമെന്ന് പറഞ്ഞ് നിൽക്കാം കേട്ടോ. അപ്പോൾ ജംഗ്ഷൻ വരെ ബൈക്കിന് പോയിട്ട് അവിടെ നിന്ന് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വേളിയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് ബസ് കയറി നേരെ വേളിയിൽ പോവേണ്ട അവിടെ എത്തി. പിന്നെ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ ഒരു കൊടയ്ക്കായിട്ടങ്ങ് നടന്ന് പോവാം. അവിടെ നിന്ന് കുറച്ച് നടക്കാണ്ട്, ഒരു കിലോമീറ്ററോളം നടക്കാണ്ട്. അങ്ങനെ നടന്ന് ക്രോസ് ചെയ്ത് നമ്മൾ വേളി എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ പിന്നെ ഓടി അതിൽ കളിക്കാനും കയറി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുട്ടികളുടെ പുറകെ ഇങ്ങനെ കളിപ്പിക്കാനും ഇങ്ങനെ ഊഞ്ഞാലാട്ടി കൊടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ കൂടെ നടപ്പുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നേരെ ആ ബ്രിഡ്ജിൽ കൂടി ബീച്ചിൽ പോയി. ബീച്ചിൽ ചെന്നപ്പോഴത്തേക്ക് ബീച്ച് കടൽ കയറി കിടക്കുമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ മുമ്പൊക്കെ പോകുമ്പോഴത്തേക്കാണെങ്കിൽ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു തിട്ട പോലെ വന്നിട്ട് അവിടെ നമ്മൾ ഇരിക്കും. താഴോട്ട് നമ്മൾ ഇറങ്ങി നടന്ന് വേണം കടലിൽ പോകാൻ. ഇപ്പോൾ ആ തിട്ടയ്ക്ക് മേലെ വെള്ളം കയറി വരും. അങ്ങനെ രീതിക്ക് കടൽ കയറി കിടക്കുക. അപ്പോൾ നല്ല കലങ്ങി വരുന്ന വെള്ളവും നല്ല ഇതുമായിരുന്നു. കണ്ടോ, ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വെള്ളം കയറി കിടന്നതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കടൽ രണ്ടും കെട്ട നേരത്തിങ്ങനെ നിൽക്കുന്ന പോലെയായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് കുറേ കാഴ്ചകളൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ ഫിഷ് സ്പാ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ മുമ്പ് ഒരു വട്ടം ചെയ്യാനായിട്ട് കാലിട്ടിട്ട് പിന്നെ ഞാൻ കാലെടുത്ത് പിന്നെ ഞാൻ ചെയ്യാനേ ഇതല്ല, ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അന്ന് ആ ആഗ്രഹം കൂടി സാധിച്ചു. പിന്നെ ഞങ്ങൾ ശംഖ് കാണാനായിട്ട് അങ്ങോട്ട് നടന്നു പോയി. അവിടെ കുറേ മഞ്ചാടിക്കുരു ഉണ്ടായിരുന്നു. അതിനെയൊക്കെ നുള്ളിപ്പറക്കി അവിടുത്തെ ഒരു വേലിയും പൊത്തുചാടിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. നേരായ വഴിയുണ്ട്, എന്നാലും നമുക്കിതാണല്ലോ ശീലം, അല്ല സോറി പതിവ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. സി യു.